പാക് കരസേനാ മേധാവി അസീം മുനീറിനെ വധിക്കാൻ ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് പദ്ധതിയിട്ടതായി വെളിപ്പെടുത്തൽ. അമേരിക്ക ഇറാൻ ചർച്ചകൾക്കായി പാകിസ്ഥാന്റെയും ഖത്തറിന്റെയും പ്രതിനിധികൾ ബർഗൺസ്റ്റോക്കിൽ ഒത്തുകൂടിയ ആ സമയത്തായിരുന്നു ഈ ഹൈ പ്രൊഫൈൽ വധശ്രമത്തിന് കളമൊരുങ്ങിയത്. ഇസ്രായേലിന്റെ കുപ്രസിദ്ധ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് അസീം മുനീറിനെയും അദ്ദേഹത്തോടൊപ്പമുള്ള പാക് പ്രതിനിധികളെയും വധിക്കാൻ പദ്ധതിയിട്ടെന്നാണ് എസ്കോബാറിന്റെ ഗുരുതരമായ ആരോപണം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേരിട്ടുള്ള ഉത്തരവായിരുന്നു ഇതിന് പിന്നിലെന്നും ഒരു പോഡ്കാസ്റ്റ് ഷോയിൽ അദ്ദേഹം വെളിപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ കളികൾ തിരിച്ചറിഞ്ഞോ മൊസാദിന്റെ നീക്കങ്ങൾ പാക് സൈന്യത്തിന് ചോർന്നു കിട്ടി. അപ്പോഴേ ഒമാൻ വഴി ഇസ്രായേലിന് കട്ടയ്ക്ക് ഒരു മുന്നറിയിപ്പ് നൽകി പാകിസ്ഥാൻ. ഞങ്ങളുടെ പ്രതിനിധി സംഘത്തെ തൊടാൻ ശ്രമിച്ചാൽ ഭൂപടത്തിൽ നിന്ന് നിങ്ങളെ തുടച്ചു നീക്കും. ഇങ്ങനെയായിരുന്നു പാകിസ്ഥാൻ പറഞ്ഞത്. എന്തായാലും സന്ദർശന വേളയിൽ സ്വിറ്റ്സർലൻഡിന്റെയോ അമേരിക്കയോട് സുരക്ഷാ സംഘങ്ങൾ യാതൊരു വിധത്തിലുള്ള ആശങ്കകളും പ്രകടിപ്പിച്ചിരുന്നില്ല. മാത്രമല്ല, താമസ സമയത്തടക്കം പ്രധാനമന്ത്രിയുടെയും കരസേനാ മേധാവിയുടെയും സുരക്ഷാ സംവിധാനങ്ങൾ കർശനമായി പാലിച്ചിരുന്നതായും പാക് അധികൃതർ അറിയിച്ചു. യാഥാർത്ഥ്യവുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്ത കെട്ടുകഥയാണ് ഈ ആരോപണമെന്ന് ഉദ്യോഗസ്ഥർ ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു. അതേസമയം ഇതിനോടൊപ്പം തന്നെ മറ്റൊരു വാർത്തയും പുറത്തു വന്നിട്ടുണ്ട്. ഇറാൻ ലെബനൻ യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ട തന്ത്രങ്ങളിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിലുള്ള ഭിന്നതകൾ രൂക്ഷമാകുന്നതിനിടെ മറ്റ് ചില റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ഉന്നത US ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ചാരപ്രവർത്തനവും നിരീക്ഷണവും ശക്തമാക്കിയേക്കാമെന്ന ആശങ്ക പെന്റഗൺ ഉയർത്തിയതായാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇസ്രായേലിന്റെ ചാരപ്രവർത്തന ശേഷിയെക്കുറിച്ചും അമേരിക്കൻ ഉദ്യോഗസ്ഥർ നേരിടുന്ന സുരക്ഷാ ഭീഷണിയെക്കുറിച്ചും വ്യക്തമാക്കുന്ന 7 പേജുള്ള ഒരു ആഭ്യന്തര രേഖയും പ്രത്യേക ചാർട്ടും പെന്റഗൺ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് US ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയതായും ചില റിപ്പോർട്ടുകളുണ്ട്. മനുഷ്യരെ ഉപയോഗിച്ചുള്ള ചാരപ്രവൃത്തിയും അത്യാധുനിക സാങ്കേതിക വിദ്യകൾ വഴിയുള്ള വിവരശേഖരണവും ഇസ്രായേൽ അപകടകരമായ രീതിയിൽ വർദ്ധിപ്പിച്ചതായി ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും അമേരിക്കയും ഇസ്രായേലും തമ്മിൽ അകലുന്നു എന്ന കാര്യത്തിലും ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. അമേരിക്ക ഇറാൻ വെടിനിർത്തൽ കരാറിൽ ഇസ്രായേലിന് തീർത്തും നിരാശയായിരുന്നു ഫലം. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ ഒരു വിധത്തിലുള്ള നീക്കങ്ങളെയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സ്വീകരിച്ചിരുന്നില്ല. വെടിനിർത്തൽ കരാറുമായി അമേരിക്ക മുന്നോട്ട് പൊക്കോട്ടെ, പക്ഷേ തങ്ങൾ ഇതിൽ ഇടപെടില്ല എന്ന് തന്നെയാണ് ഇസ്രായേൽ ആദ്യം മുതൽക്കേ പറഞ്ഞത്. മാത്രമല്ല, ലെബനനിൽ ഉടനീളം ഇസ്രായേൽ ആക്രമണം നടത്തുകയും ചെയ്തു. ഹമാസിനെ തീർത്ത പോലെ ഹിസ്ബുള്ളയെ തീർക്കാതെ തങ്ങൾ പിന്നോട്ടില്ല എന്ന കർശന നിലപാടായിരുന്നു ഇത്തരത്തിൽ ഇസ്രായേൽ സ്വീകരിച്ചിരുന്നത്.